ഓണൊക്കെ അല്ലേ, അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിക്കണമല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയുള്ള ഒരു കാര്യം. ഇപ്രാവശ്യം പൂവിടാനും കുളിക്കാനും എല്ലാം എനിക്ക് ഭയങ്കര ഒരു മടിയാണ്. അതെന്താണെന്ന് അറിയില്ല. ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവർ വന്നതുകൊണ്ട് ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പൂവിടുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പൂക്കളിടലും വീട്ടിലെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ജിമ്മിലേക്കാണ് പോയത്. വർക്കൗട്ട് ചെയ്യാനും ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. ബോഡി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും എനിക്ക് പനി വരും. പനി എൻ്റെ കൂടപ്പിറപ്പാണ്. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും, വീണ്ടും ഒരു മാസം ഗ്യാപ്പ് ഇടും. അത് നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പനിയുടെ ഒരു അഭാവവും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് സെറ്റായി വരാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും വേണ്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. അതിന് എത്ര വരെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു. അവർ കഞ്ഞിയൊക്കെ കുടിച്ചിങ്ങനെ സെറ്റായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ പിടിച്ചങ്ങോട്ട് ഉറക്കി, രണ്ടുപേരെ ഉറക്കി കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ നമ്മൾ അങ്ങോട്ട് തീർത്തോട്ടോ. അവരെ ഉറക്കി കിടത്തിയിട്ട് അവരെ നോക്കാൻ മറ്റു രണ്ടുപേരെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പപ്പയും വീട്ടിലുണ്ടായിരുന്നു. നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. സിദ്ധുവിനെയും കൊണ്ട് അവന് ഓണക്കോടി എടുക്കണ്ടേ, ഷർട്ടും പാൻറ്റും എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പൂ പറിക്കാൻ വേണ്ടി പോയിട്ടോ. അതിനാണ് എൻ്റെ കുട്ടികൾക്ക് ഉത്സാഹം. തെണ്ടി നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആൾക്കാരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പൂവെല്ലാം പറിച്ചു കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് നന്നാക്കുന്ന ഒരു പരിപാടിയുണ്ട്, വർത്താനമൊക്കെ പറഞ്ഞ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ പൂവെല്ലാം നന്നാക്കി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂട്ടി നാളെ എന്ത് ഡിസൈൻ ഇടും എന്ന് ആലോചിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാണ്. അപ്പോൾ ഇത്രയുള്ള അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.